കേരളത്തിലെ ഒരു കായലിലും സീപ്ലെയിൻ അനുവദിക്കില്ലെന്ന് സിപിഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി.ജെ. ആഞ്ചലോസ്. സീപ്ലെയിൻ വിഷയത്തിൽ സിപിഐയുടെ മുൻ നിലപാടിൽ മാറ്റമില്ല. ഉടൻ തന്നെ ഭാവി പരിപാടികൾ ആരംഭിക്കാൻ മത്സ്യത്തൊഴിലാളി മേഖലയിലെ വിവിധ സംഘടനകൾ ഈ മാസം 20-ന് യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴും ഞങ്ങൾക്ക് ആ നിലപാടാണ്, ഉറച്ച നിലപാടാണുള്ളത്. മത്സ്യബന്ധന മേഖലയിൽ യാതൊരു കാരണവശാലും സീപ്ലെയിൻ പദ്ധതി പാടില്ല. ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് ഡാമുകളിലേക്ക് പോകുന്ന, ഡാമുകളിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നതെല്ലാം വേറെ കാര്യം. അവിടെ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെ ഇപ്പൊ ഒരു 40 പേരെ മാക്സിമം സർവീസ് നടത്തിയാൽ ഒരു ദിവസം വന്നു പോകുന്ന 40 പേരാണ്. അത് 80 ആയാലും 80 പേർക്ക് വേണ്ടി ആയിരക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനം ഇല്ലാതാക്കുക, അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുക. അതിനേക്കാൾ ഒരു ടൂറിസ്റ്റ് മേഖലയുടെ വലിയ ആകർഷണീയത ഇവിടുത്തെ ഫുഡല്ലേ. അതിനകത്ത് കായൽ മത്സ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, കക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, വലിയ ആകർഷണീയതയാണ്. അപ്പൊ അതെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു തൊഴിലേക്ക് അവർക്ക് എടുക്കാൻ കഴിയില്ല. ഇപ്പോ കൊച്ചിയിൽ ഇതിന്റെ ഇനാഗുറേഷൻ നടക്കുമ്പോൾ തന്നെ മണിക്കൂറുകളോളം മറ്റു യാത്രക്കാരെ ബന്ദികളാക്കി വെച്ചുവല്ലോ. ബോട്ട് യാത്രയും മെട്രോയും മറ്റ് ജലമെട്രോയും മറ്റു സംവിധാനങ്ങളും എല്ലാം നിർത്തലാക്കി വെച്ചുകൊണ്ടാണ് ഇനാഗുറേഷൻ നടന്നത്. ഇനി മറ്റു മേഖലകളിലേക്ക് വന്നാലും ഇത് തന്നെയാണ്. വന്നും പോയിരിക്കുന്ന ഘട്ടങ്ങളിൽ അവിടെ പിന്നെ പരിസരത്തൊന്നും മത്സ്യബന്ധനം ഉണ്ടാകില്ല. അത് പാടില്ല. അതുകൊണ്ട് ഈ മേഖല ഒഴിവാക്കി മറ്റേതെങ്കിലും മേഖല തിരഞ്ഞെടുക്കുന്നതിനോട് ഞങ്ങൾക്ക് തടസ്സമില്ല. മറിച്ച് മറ്റെവിടെയെങ്കിലും സ്വകാര്യമായ തരത്തിൽ ഇപ്പോൾ മിനി എയർപോർട്ടുകൾ നിർമ്മിച്ച് അവിടെ ഇറങ്ങാമല്ലോ. മിനി എയർപോർട്ടുകളിൽ വരാം, സംവിധാനം ഉണ്ടാക്കാം. വാട്ടർ ഡോമുകൾ ഉണ്ടാക്കി മത്സ്യബന്ധന മേഖലയിൽ കായലിൽ അത് പാടില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്ക് അന്നുള്ളത്. ഇന്നും അതേ നിലപാടാണ്. അപ്പൊ ഈ കൊച്ചിയിൽ ഇത് ഇറക്കുമ്പോഴത്തേക്കും ഇത് പോകുന്ന സമയത്ത് വന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ എന്താണ് ഇനി മത്സ്യത്തൊഴിലാളി യൂണിയന്റെയും ഒക്കെ AITUസിയുടെ നേതൃത്വത്തിലൊക്കെ ഉള്ള തീരുമാനങ്ങൾ എന്താണ്? വരും ദിവസങ്ങളിൽ എന്ത് കൂടിയാലോചനകളാണ് ഞങ്ങള് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ട്രേഡ് യൂണിയനുകളും ഉണ്ട്, ധീവരസർവ പോലുള്ള പ്രധാനപ്പെട്ട സംഘടനകളുണ്ട്. ഇവരെല്ലാവരും കൂടി യോജിച്ചാണ് 2013 സമരം സംഘടിപ്പിച്ചത്. തുറന്നുള്ള വിഷയങ്ങളിലും ഈ സമിതി നിലനിൽക്കുകയാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമായി അല്ലെങ്കിൽ മറ്റു തരത്തിൽ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടെങ്കിലും മത്സ്യമേഖലയിൽ വരുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഒന്നിച്ചാണ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നത്. 20-ാം തീയതി ആ കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് ചർച്ച ചെയ്ത് കൂട്ടായ ഒരു തീരുമാനത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും നിലവിലില്ല, ഇനി ഉണ്ടാകുകയില്ല. ആലപ്പുഴയിൽ എവിടെയും കായലിൽ ആലപ്പുഴയിൽ എവിടെയും അനുവദിക്കാൻ കായലിൽ പാടില്ല എന്നുള്ള നിലപാടാണ്. ആലപ്പുഴ മാത്രമല്ല, മത്സ്യബന്ധനം നടക്കുന്ന കേരളത്തിലെ കായലുകളിൽ ഈ പദ്ധതി പാടില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, സിപിഐയുടെ മുൻ നിലപാടിൽ മാറ്റമില്ല എന്ന് പറയുകയാണ് ടി.ജെ. ആഞ്ചലോസ്. പക്ഷെ അതേസമയം ഈ സർക്കാർ ഈ ഭരണകാലയളവിലെ ഏറ്റവും വലിയൊരു നേട്ടമായി ഉയർത്തിക്കാണിക്കുന്ന വലിയ പദ്ധതിയാണ്. ഇത്തരത്തിൽ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ഒരു ഭിന്ന സ്വരം ഉണ്ടാകുമ്പോൾ അത് ഏതൊക്കെ തരത്തിൽ പ്രതിസന്ധിയാകും? തീർച്ചയായിട്ടും സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കായൽ വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ആലപ്പുഴ. പ്രത്യേകിച്ച് സീപ്ലെയിൻ പദ്ധതി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യുന്നത് കായൽ വിനോദസഞ്ചാര മേഖലയിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് 2013 ഉദ്ഘാടന സമയത്ത് ആദ്യ സ്ഥലമായി പരിഗണിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൊല്ലം അഷ്ടമുടി കായലിൽ നിന്ന് പുന്നമടയിലെ എയർഡ്രോമിലേക്കാണ്, വാട്ടർ ഡ്രോമിലേക്കാണ് ഇത്തരത്തിൽ സീപ്ലെയിൻ ഇറക്കിയിരുന്നത്. ഏറ്റവും അധികം സഞ്ചാരികൾ എത്തേണ്ട ഇടവും ആലപ്പുഴ തന്നെയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട കായൽ വിനോദസഞ്ചാര മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഗുണം ചെയ്യുക ആലപ്പുഴയ്ക്കാണ്. ഇന്നലെ CPM-ന്റെ MLA കൂടിയായ PP ചിത്തരഞ്ജനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകും. തീർച്ചയായും ആലപ്പുഴയിലെ വിവിധ ഇടങ്ങളിൽ മറ്റ് ഭാഗങ്ങളിലേക്ക്, അതായത് മത്സ്യപ്രചരണം നടക്കാത്ത മറ്റിടങ്ങളിലേക്ക് ഈ പദ്ധതി വരുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലേക്ക് സർക്കാർ ഈ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ പഴയ നിലപാടിൽ അതിശക്തമായി തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് CPI ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. AITUസിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ആഞ്ചലോസിന്റെ ഒക്കെ നേതൃത്വത്തിൽ അതിശക്തമായ സമരം വേമ്പനാട്ട് കായലിലും പുന്നമട കായലിലും നടന്നത്. അതുകൊണ്ട് തന്നെ അന്ന് നടന്ന സമരങ്ങളുടെ ഭാഗമായി രൂപീകരിച്ച മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുണ്ട്, ധീവര സഭ അടക്കമുള്ള സംഘടനകളുണ്ട്. അവരെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ളതാണ് CPI ജില്ലാ സെക്രട്ടറി ടി.ജെ. ആഞ്ചലോസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പോലുമുള്ള
പ്രതിഷേധം അവർ അറിയിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇന്നലെ സീപ്ലെയിൻ പറത്തുന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ, ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരെ, അതായത് മത്സ്യത്തൊഴിലാളികളെയും മറ്റ് ബോട്ട് ജീവനക്കാരെയും വിനോദസഞ്ചാരികളെ അടക്കം തടഞ്ഞ് മണിക്കൂറുകളോളം ബന്ദികളാക്കി വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അനുവദിക്കാനാകില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, മത്സ്യപ്രജനനവുമായി ബന്ധപ്പെട്ട് അത് ഒരു ഭാഗത്ത് ഇന്നലെ CPM-ന്റെ MLA PP ചിത്തരഞ്ജൻ പറഞ്ഞത് മത്സ്യപ്രജനനം ഇല്ലാത്ത ഇടങ്ങളിൽ പ്ലെയിൻ ഇറക്കുന്നത്, വട്ടക്കായലടക്കമാണ് അദ്ദേഹം ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടിയത്. അത്തരം ഇടങ്ങളിൽ സീപ്ലെയിൻ ഇറക്കുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ മത്സ്യപ്രജനനം നടക്കാത്ത ഇടങ്ങൾ കായലിൽ എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു കായലിലും ഇത്തരത്തിൽ സീപ്ലെയിൻ ഇറക്കാനായി അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് CPI ജില്ലാ സെക്രട്ടറിയും മുൻ സമരസമിതി നേതാവും കൂടിയായ TJ ആഞ്ചലോസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് സീപ്ലെയിൻ തങ്ങൾ എതിരല്ല, പക്ഷേ അത് ഇപ്പോൾ എയർപോർട്ടിൽ നിന്നും ഡാമുകളിലേക്ക് പോയാൽ തങ്ങൾക്ക് അതിനകത്ത് യാതൊരുവിധ പ്രശ്നവുമില്ല, പക്ഷേ കായൽ മേഖലകളിലേക്ക് അത് ഇറക്കാൻ അനുവദിക്കില്ല എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് CPI 20-ന് യോഗം ചേരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ധീവരസഭ ഉൾപ്പെടെയുള്ള സംഘടനകളുമായി അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി അതിനെ എതിർക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരണ്യ, അപ്പോൾ നമുക്കറിയാം TJ ആഞ്ചലോസ് നമുക്ക് നൽകിയ ആ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഈ മത്സ്യബന്ധനം നടത്തുന്ന കായലിൽ ഇറക്കാൻ അനുവദിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. സർക്കാരിന് വേണമെങ്കിൽ മിനി എയറോഡ്രോമുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിർമ്മിച്ചുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്ന ആ ഒരു ആകർഷണീയത അതില്ലാതാകില്ലേ? തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഈ പദ്ധതി നടപ്പിലാക്കാനായി തീരുമാനിച്ച അതിന്റെ എല്ലാ പരിപാടികളും കൃത്യമായി നിർവഹിക്കപ്പെടുകയും ചെയ്തതാണ്. നമുക്കറിയാം 2013 നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമായി ഉണ്ട്. UDF സർക്കാർ അതിനുവേണ്ടിയുള്ള 4 എയറോഡ്രോമുകൾ ഇവിടെ വാട്ടർ ഡ്രോമുകൾ ആലപ്പുഴയിൽ ക്രമീകരിച്ചിരുന്നു. ഒപ്പം തന്നെ അഷ്ടമുടിയിലും ക്രമീകരിച്ചിരുന്നു. 4 സ്പീഡ് ബോട്ടുകൾ ഇറക്കിയിരുന്നു. ഇത് എങ്ങനെയാണ് സീപ്ലെയിനുകൾ വന്ന് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ വാട്ടർ ഡ്രോമുകളിലേക്ക് വന്ന് സീപ്ലെയിൻ ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ വാട്ടർ ഡ്രോമുകളിലേക്ക് ഈ ആളുകളെ ഇറക്കും. അതിനുശേഷം ഹൗസ് ബോട്ടുകൾ വഴി സഞ്ചാരികളെ പരിശോധന നടത്തി പുന്നമടയിലേക്ക് എത്തിക്കുക. അങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തിരുന്നത്. അത്തരത്തിൽ അന്ന് ഇവർ സമരം ചെയ്തത് ആ ഹൗസ് ബോട്ടുകൾ, അതായത് വാട്ടർ ഡ്രോമുകളും ഒപ്പം തന്നെ ഹൗസ് ബോട്ടുകൾ ക്രമീകരിച്ചിരുന്ന ഇടത്ത് മത്സ്യത്തൊഴിലാളികൾ സംഘടിതമായി വന്ന് അവരുടെ വള്ളങ്ങൾ കൊണ്ട് വളഞ്ഞ് അവിടെ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലായിരുന്നു പ്രതിഷേധം അന്ന് സംഘടിപ്പിച്ചിരുന്നത്. സമാനമായ രീതിയിൽ ഈ പ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോൾ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള നിലപാട് തന്നെയാണ് CPI വ്യക്തമാക്കുന്നത്. അതായത് ഈ കക്കാവറൽ മേഖലകളിൽ ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനം പ്രജനനം നടക്കുന്ന ഇടങ്ങളിൽ അവിടെയൊക്കെ ഇത് വലിയ പ്രശ്നം സൃഷ്ടിക്കും. ഇത്തരത്തിൽ പ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോൾ അത് പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന രീതിയിൽ, മത്സ്യപ്രജനനത്തിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ, ആ സമ്പത്തിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് അത് എന്നുള്ളതാണ്. ആ നിലപാടിൽ നിന്നും ഒട്ടും വ്യതിചലിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലെ വർഷങ്ങൾക്ക് ശേഷവും ഇടതുപക്ഷം അവരുടേതായ ഒരു പദ്ധതിയായി സീപ്ലെയിൻ പദ്ധതി വലിയ ആഘോഷത്തോടു കൂടി ഇന്നലെ അവതരിപ്പിച്ചു. അതിന് പിന്നാലെയാണ് മുന്നണിയിലെ തന്നെ പ്രധാന കക്ഷിയായ CPI കടുത്ത എതിർപ്പുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് 2013 കണ്ടതിനേക്കാൾ അതിശക്തമായ സമരത്തിന് പുന്നമടയും കേരളത്തിലെ കായൽ മേഖലയും സാക്ഷ്യം വഹിക്കുമെന്നുള്ളതാണ് കടുത്ത ഭാഷയിൽ TJ ആഞ്ചലോസ് പറഞ്ഞത്. തീർച്ചയായും ശരണ്യ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്.